അങ്ങനെ ഗോവിന്ദൻ മാഷ് അടക്കമുള്ളവർക്ക് ഒരു ഉറച്ച കൂട്ടായി നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാറും ഇറങ്ങിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ സാറ് 2-3 ദിവസം മുമ്പ് ഈ ഹമാസ് എന്ന് പറഞ്ഞ് വല്ലാതെ വികാരം കൊള്ളുന്നത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു, എന്താണ് രാജീവ് ചന്ദ്രശേഖർ സാറിന് ഒരു ഹമാസ് താല്പര്യമെന്ന്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, പണ്ട് നമ്മുടെ മാർട്ടിൻ പടക്കം പൊട്ടിച്ച് നിരപരാധികളായ 5-6 പേർ ആ പടക്കത്തിൻ്റെ ഗന്ധം ഏറ്റ് മരണപ്പെട്ട് സ്വർഗത്തിലേക്ക് പോയല്ലോ. ഭീകരപ്രവർത്തനമല്ലാത്ത ഒരു സ്നേഹപ്രവർത്തനം. അതിൻ്റെ ആദ്യ നിമിഷത്തിൽ ഇത് ഹമാസാണെന്ന് പത്രസമ്മേളനം നടത്തി കേരളത്തിലേക്ക് വരാനൊരുങ്ങിയ അന്നത്തെ മന്ത്രിയായിരുന്നു സാറ്. അതുകൊണ്ടാണ് ഈ ഹമാസ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം വല്ലാണ്ടായത്. ഏതായാലും പുള്ളി ജമാഅത്ത് ഇസ്ലാമിയെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇടതുമുന്നണിക്കാരും BJPയും ഒരുപോലെ ഉന്നം വെക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. ജമാഅത്ത് ഇസ്ലാമി ഭരണം വന്നാൽ അവരായിരിക്കും പിന്നെ എല്ലാം ഭരിക്കുക. UDF നിലനിൽക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ കാശുകൊണ്ടാണ്. രാജീവ് ചന്ദ്രശേഖർ സാറിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യ തിളങ്ങി നിൽക്കുന്ന വളരെ വേറിട്ട ഒരാളാണ്, നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് പലരും സാക്ഷ്യപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു വാചകവും അഭിമുഖവുമാണ്. അദ്ദേഹം നേമത്ത് മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞ വളരെ രസകരമായ ഒരു സംഗതി ഇതൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി മുഖ്യധാരയിലേക്ക് വരുന്നത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അപകടമാണ്. അത് കറക്റ്റാണ്. കാരണം ജമാഅത്ത് ഇസ്ലാമി കഴിഞ്ഞ 10-15 വർഷമായി ഇന്ത്യയിൽ എല്ലാവരെയും ദ്രോഹിക്കുന്നു. ദേ ഈ ചിത്രങ്ങൾ നോക്കൂ, കണ്ടില്ലേ? ഈ ചിത്രങ്ങളിൽ കാണുന്ന ചർച്ചുകൾ തകർത്തതും ക്രിസ്ത്യൻ പാസ്റ്റർമാരെ അടിച്ചതും അവർക്കെതിരെ കേസെടുത്തതും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയതും സ്റ്റേഷനിൽ കൊണ്ടുപോയതും എല്ലാം ജമാഅത്ത് ഇസ്ലാമിക്കാരാണ്. അവരാണ് ഉത്തരേന്ത്യയിൽ തെക്ക് വടക്ക് ക്രിസ്ത്യൻ സമൂഹത്തെ ഇട്ടടിച്ചത് എന്ന് മാത്രമല്ല, കേരളത്തിലും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാർ നേരം വെളുക്കുമ്പം മുതൽ ക്രിസ്ത്യാനികൾക്കെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും കടുത്ത പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കും, ഞങ്ങൾ പള്ളികൾ സ്വന്തമാക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ പിടിച്ചെടുക്കലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ സാറ് ഓർമ്മിപ്പിച്ചത്. പിന്നെ മുസ്ലിങ്ങൾക്കും ഭീഷണിയുണ്ടെന്നാണ് സാറ് പറയുന്നത്. ദേ കണ്ടില്ലേ, നോക്കൂ, ഉത്തർപ്രദേശിൽ ദാണ്ടെ 2 മനുഷ്യർ ഉണ്ടാ. അതായത് പള്ളിയിൽ പോയ 2 മുസ്ലിങ്ങളെ ജമാഅത്ത് ഇസ്ലാമിക്കാർ വഴിയിൽ വെച്ച് അടിക്കുകയാണ്. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ സാർ സത്യസന്ധമായി പറഞ്ഞത്, ജമാഅത്ത് ഇസ്ലാമി അധികാരത്തിൽ വരുന്നത് ക്രിസ്ത്യാനികൾക്ക് വലിയ ദോഷം ചെയ്യും. ഈ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഇസ്ലാമിക്കാർ ഉത്തരേന്ത്യയിൽ അടിക്കുന്ന ദൃശ്യമാണ് സാറത്. എന്ന് മാത്രമല്ല, ഏതാണ്ട് 10 വർഷമായി ഉത്തരേന്ത്യയിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ ആക്രമിച്ച് തകർത്ത ചർച്ചുകളുടെ കണക്ക് CBCIയുടെ കയ്യിലുണ്ട്, കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ കയ്യിലുണ്ട്. അവരിടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഇന്ത്യയിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഞങ്ങളെ ആക്രമിക്കുന്നു എന്ന്. ഇതിനകത്ത് കുറച്ച് മാപ്പിള സഖാക്കളുണ്ട്, അവരുടെ കാര്യമാണ് കഷ്ടം. അവരെല്ലാവരും ആവർത്തിച്ച് ചോദിക്കുന്നൊരു ചോദ്യം, ജമാഅത്ത് ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും പറഞ്ഞാൽ അത് മുസ്ലിം വിരുദ്ധമാകുന്നത് എങ്ങനെ? അത് പറയുന്നതിലൂടെ മുസ്ലിങ്ങളെ ശുദ്ധീകരിക്കുകയല്ലേ ചെയ്യുന്നത്? നിരപരാധികളായ മുസ്ലിങ്ങളെ ഞങ്ങൾ രക്ഷപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങളുടെ ഗോവിന്ദൻ മാഷും അതുപോലെ പാർട്ടി സംവിധാനവും ഒക്കെ പറയുന്നതാണ് നിങ്ങൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ, എൻ്റെ സ്നേഹിതരായ സഖാക്കളെ, മാപ്പിള സഖാക്കളെ, ദേ രാജീവ് ചന്ദ്രശേഖർ സാർ ഇത് പറയുന്നത് എന്തിനാ? രാജീവ് ചന്ദ്രശേഖർ സാറിന് ജമാഅത്ത് ഇസ്ലാമിയോട് വല്ല ഗർവമുണ്ടോ? പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയെ ഉന്നം വെക്കുന്നത് എന്തിനാ? ഈ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഒക്കെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ്. മുസ്ലിങ്ങളുടെ ഭരണം വരാൻ പോകുന്നു, അത് വന്നാൽ നിങ്ങൾക്ക് അപകടമാണെന്നാണ് ഈ 2 മുതലാളിമാരും പറയുന്നത്. ഏത് മുതലാളി? ഇടതുമുന്നണിയുടെ മുതലാളിയും പറയുന്നതും NDAയുടെ മുതലാളിയും പറയുന്നതും ഒന്ന് തന്നെയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരാ? മറ്റൊരൊഴിച്ചുള്ള മറ്റൊരാരാന്ന് ഞാൻ പറയുന്നില്ല, എവരും പറയുന്നില്ലല്ലോ. ജമാഅത്ത് ഇസ്ലാമിക്കാരും മുസ്ലിം ലീഗുകാരും ഒഴിച്ചുള്ളവരെല്ലാം ഞങ്ങളെ പിന്തുണയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ സാറിൻ്റെ ക്യാമ്പയിനും അതാണ്. എന്ത്? ജമാഅത്ത് ഇസ്ലാമി രാജ്യത്തിന് വലിയ ഭീഷണിയാണ്. കാരണം അവർ എല്ലാവരെയും കൊല്ലുന്നു. ഇന്ത്യയിൽ തന്നെ എത്ര ഹിന്ദുക്കളെയാണ് ജമാഅത്ത് ഇസ്ലാമി കൊന്നതെന്നറിയാമോ? 10 കൊല്ലത്തിനിടയിലല്ല, 10-25 കൊല്ലത്തിനിടയിൽ എത്ര പേരെ ആൾക്കൂട്ടം കൂടി അവരങ്ങ് അടിച്ചു കൊല്ലുക, എല്ലാ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെ.
ജമാഅത്ത് ഇസ്ലാമിക്കാരൻ്റെ എനിക്കിപ്പം ജമാഅത്ത് ഇസ്ലാമിക്കാരെ കാണുമ്പോൾ ചിരി വരും. പാവപ്പെട്ടവന്മാർ എഴുന്നേറ്റ് നടക്കാൻ പോലും ശേഷിയില്ലാതെ 5-6 പാവത്തങ്ങൾ ഈ റോഡിലൂടെയൊക്കെ നടന്നു പോകുന്നതിനെയാണ് ജമാഅത്ത് ഇസ്ലാമി വീഴ്ചാൻ വരുന്നേ എന്ന് പറയുന്നത്. എന്തൊരു ലജ്ജയില്ലേ, നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ, അതും കേരളത്തിൽ വന്ന്. ബീഫ് വായിക്കകത്ത് കുത്തിക്കയറ്റുന്നതിനെക്കുറിച്ച് സാറിനോട് ചോദിച്ചപ്പം കോടതിയിൽ പോകാനാണ് പറഞ്ഞത്. പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ സാറിന് ഭയങ്കര ധാരണയാണ്. കഷ്ടം.